أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. തിരുനബി ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ചില യുദ്ധങ്ങളുടെയും യുദ്ധനീക്കങ്ങളുടെയും സംഭവങ്ങളാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സരിയ ഉക്കാശ് ബിൻ മഹസനെ സംബന്ധിച്ചും ചരിത്രത്തിൽ വിവരണമുണ്ട്. ഈ സരിയ അഥവാ യുദ്ധനീക്കം ഗമർ മർസൂബ് എന്ന സ്ഥലത്താണ് ഉണ്ടായത്. ഈ സരിയ ഹിജ്റ 6-ാം വർഷം റബിയുൽ അവൽ മാസത്തിലാണ് നടന്നത്. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തുമുൻ നബീനിൽ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു മുഹാജിർ സഹാബി ഉക്കാശ് ബിൻ മഹസനെ 40 മുസ്ലിങ്ങളുടെ അമീറായി നിശ്ചയിച്ചുകൊണ്ട് ബനി അസദ് ഗോത്രത്തെ നേരിടാൻ പറഞ്ഞയച്ചു. ഈ ഗോത്രം ആ സമയത്ത് ഒരു അരുവിക്കടുത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഗമർ എന്നാണ്. ഇത് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ഏതാനും ദിവസങ്ങളുടെ യാത്ര ദൈർഘ്യമുള്ള സ്ഥലമായിരുന്നു. ഉക്കാശിയുടെ സംഘം എത്രയും വേഗം ഗമർ എന്ന സ്ഥലത്തെത്തി ആക്രമണങ്ങളെ തടയുകയായിരുന്നു ലക്ഷ്യം. അതായത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തയ്യാറാക്കിയിരുന്ന പദ്ധതിയെ തടയുന്നതിന് വേണ്ടിയാണ് എത്തിയത്. പക്ഷേ ഈ ഗോത്രത്തിലെ ആളുകൾ മുസ്ലിങ്ങൾ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പല ഭാഗത്തേക്കും ചിതറിപ്പിരിഞ്ഞു. അങ്ങനെ ഉക്കാശിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും മദീനയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഒരു യുദ്ധവും നടന്നില്ല. അതുപോലെ സരിയ മുഹമ്മദ് ബിൻ മസ്ലമയെക്കുറിച്ചും കാണപ്പെടുന്നുണ്ട്. ഈ സരിയ അഥവാ യുദ്ധനീക്കം ഹിജ്റ 6-ാം വർഷം റബിഉ സാനി മാസത്തിലാണ് നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ബിൻ മസ്ലമയെ സൂ കിസ്സയിൽ വസിച്ചിരുന്ന ബനു സാലബ ബനു വാൽ ഗോത്രങ്ങളിലേക്കാണ് അയച്ചത്. സൂ കിസ്സ മദീനയിൽ നിന്ന് സുബ്ദയിലേക്ക് പോകുന്ന വഴിയിൽ 24 മൈൽ ദൂരെയുള്ള സ്ഥലമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെ 10 ആളുകളോടൊപ്പം അയച്ചു. ഈ സംഘം രാത്രിയിലാണ് അവിടെ എത്തിയത്. ഹസ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും അവർ ഉറങ്ങിയായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ ശത്രുക്കൾ വളഞ്ഞു. ശത്രുക്കൾ 100 പേരുണ്ടായിരുന്നു. ശത്രുക്കൾ അവരെ വളഞ്ഞ് അമ്പുകൾ കൊണ്ട് ഉപരോധിക്കുന്നതുവരെയും മുസ്ലിങ്ങൾക്ക് അവരെ സംബന്ധിച്ചുള്ള യാതൊരു അറിവും ഉണ്ടായില്ല. മുഹമ്മദ് ബിൻ മസ്ലമ വേഗം എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ പക്കൽ അമ്പും വില്ലും ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെ വേഗം വിളിച്ചുണർത്തി ആയുധങ്ങൾ എടുക്കാൻ പറഞ്ഞു. അവരെത്രയും പെട്ടെന്ന് ഉണർന്നു. രാത്രി കുറേ നേരം ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരുന്നു. അതായത് പരസ്പരം അമ്പുകൊണ്ട് പോരാടി. പിന്നെ ആ കാട്ടറബികൾ അമ്പുകൾ കൊണ്ട് ആക്രമണം നടത്തുകയും ബാക്കിയുള്ളവരെ ഷഹീദാക്കുകയും ചെയ്തു. മുഹമ്മദ് ബിൻ മസ്ലമ പരിക്കേറ്റു വീണു. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് ശക്തമായ പരുക്കുപറ്റി. അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഊരിമാറ്റി അവിടെ നിന്നും പോയി. ഒരു മുസ്ലിം ഈ വധിക്കപ്പെട്ട് കിടക്കുന്നവരെ കണ്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ ഒന്ന് അനങ്ങുകയുണ്ടായി. ആഗതൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. തൻ്റെ വാഹനമൃഗത്തിലിരുത്തി മദീനയിലേക്ക് എത്തിച്ചു. മുഹമ്മദ് ബിൻ മസ്ലമയുടെ കൂട്ടുകാരെ ഷഹീദാക്കിയ ശത്രുക്കളോട് പകരം ചോദിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു സരിയ അഥവാ യുദ്ധനീക്കത്തെ പറ്റിയും പരാമർശമുണ്ട്. ഇത് സരിയ അബൂ ഉബൈദ ബിൻ ജറാഹ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമയുടെ സുഹൃത്തുക്കളെ ഷഹീദാക്കി എന്ന വിവരം ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശിയും ഉന്നത സ്ഥാനീയനുമായ ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിനെ ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമയ്ക്ക് വേണ്ടി
പകരം ചോദിക്കുന്നതിന് സുൽ കിസ്സയിലേക്ക് പറഞ്ഞയച്ചു. അതിനിടയിൽ ബനു സാലബ ഗോത്രത്തിലെ ആളുകൾ മദീനയുടെ ഗ്രാമങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നു എന്നൊരു വാർത്തയും കിട്ടിയിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദയുടെ നേതൃത്വത്തിൽ 40 സഹാബാക്കളുടെ സുസജ്ജമായ ഒരു സംഘത്തെ അയക്കുകയും അവരോട് രാത്രി തന്നെ യാത്ര ചെയ്ത് രാവിലെ സമയം അവിടെ എത്താൻ കൽപ്പിക്കുകയും ചെയ്തു. അവർ സുബൈ നമസ്കാരത്തിന്റെ സമയത്ത് അവിടെ എത്തി ശത്രുക്കളെ കീഴ്പ്പെടുത്തുകയുണ്ടായി. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിഭ്രാന്തരായ അവർ ചെറിയൊരു ചെറുത്തുനിൽപ്പിന് ശേഷം ഓടിപ്പോയി അടുത്തുള്ള പർവ്വത നിരകളിലേക്ക് മറഞ്ഞു. ഹദ്റത്ത് അബൂ ഉബൈദ സമരാർജിത സ്വത്തുക്കൾ കൈക്കലാക്കി മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഈ സംഭവത്തിൽ 2 സഹാബാക്കൾ, അതായത് ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെയും ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിനെയും പറ്റി പരാമർശമുണ്ട്. ഈ 2 പേരും ഉന്നത സ്ഥാനീയരായ സഹാബാക്കളായിരുന്നു. ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമ തൻ്റെ വ്യക്തിപരമായ ഗുണഗണങ്ങൾക്കും സ്വീകാര്യതയ്ക്കും പുറമെ കാബ് ബിൻ അഷ്റഫ് യഹൂദിയുടെ വധത്തിലെ ഹീറോയും ആയിരുന്നു. ഈ കലാപകാരി അദ്ദേഹത്തിൻ്റെ കൈകളാൽ തന്നെയാണ് അവസാനത്തിലേക്ക് എത്തിച്ചേർന്നത്. മുഹമ്മദ് ബിൻ മസ്ലമ അൻസാറിലെ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ഹദ്റത്ത് ഉമറിൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വസ്തനായി ഗണിക്കപ്പെട്ടിരുന്നു. ഹദ്റത്ത് ഉമർ അദ്ദേഹത്തെയാണ് തൻ്റെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചിരുന്നത്. ഹദ്റത്ത് ഉസ്മാന്റെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങളിൽ ആഭ്യന്തര കലഹങ്ങളുടെ വാതിൽ തുറന്നപ്പോൾ ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമ തൻ്റെ വാൾ ഒരു കല്ലിൽ വെച്ച് പൊട്ടിക്കുകയും തൻ്റെ കയ്യിൽ ഒരു ചുള്ളിക്കമ്പ് എടുക്കുകയും ചെയ്തു. ആരോ അദ്ദേഹത്തോട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾക്കുള്ളിൽ പരസ്പരം കൊലയും നടക്കുന്ന ഘട്ടം വരികയാണെങ്കിൽ നിങ്ങൾ വാളുകൾ പൊട്ടിച്ചു കളയുകയും വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി, അതായത് വീടുകൾക്കുള്ളിൽ നിലത്ത് വിരിക്കുന്ന തുണി കിടക്കുന്നത് പോലെ ഒതുങ്ങിക്കൂടുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊരു പക്ഷേ മുഹമ്മദ് ബിൻ മസ്ലമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ പ്രത്യേക കാലത്തുള്ള ഫിത്നകളെ സംബന്ധിച്ചോ ആയിരിക്കാം അങ്ങനെ പറഞ്ഞത്. ചില സമയത്ത് ആഭ്യന്തര കലഹങ്ങളെ നേരിടേണ്ടതും ഒരു വലിയ ദീനീപരമായ സേവനം തന്നെയായിരിക്കും. മറ്റൊരു സഹാബി ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ആകുന്നു. ഇദ്ദേഹം ഉന്നത സ്ഥാനീയനായ സഹാബിയും ഖുറൈശിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉന്നത സ്ഥാനം എത്രത്തോളമായിരുന്നുവെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അമീനുൽ മില്ലത്ത് അഥവാ ഉമ്മത്തിൻ്റെ അമീൻ എന്ന ബഹുമതി നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഹദ്റത്ത് അബൂബക്കർ ഖിലാഫത്തിലേക്ക് പരിഗണിച്ചിരുന്നവരിൽ ഒരു സഹാബി ഇദ്ദേഹവും ആയിരുന്നു. അബൂ ഉബൈദ ഹദ്റത്ത് ഉമറിന്റെ കാലഘട്ടത്തിൽ പ്ലേഗ് മൂലം ഷഹീദാവുകയാണ് ഉണ്ടായത്. മറ്റൊരു സരിയ അഥവാ യുദ്ധനീക്കം സരിയ സെയ്ദ് ബിൻ ഹാരിസ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ബനു സുലൈമിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. തത്സംബന്ധമായി ഹദ്റത്ത് മീത ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹിജറ 6-ാം വർഷം റബിയുൽ ആഖിർ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വതന്ത്രനാക്കിയ അടിമ ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിൽ ഏതാനും മുസ്ലിങ്ങളെ ബനു സുലൈം ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചത്. ഈ ഗോത്രം ആ സമയത്ത് നജിദിന്റെ പ്രദേശമായ ജമൂമിലാണ് വസിച്ചിരുന്നത്. ഒരു നീണ്ടകാലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലവുമായി എതിർപ്പിലായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ ഈ ഗോത്രം മുസ്ലിങ്ങൾക്കെതിരെ കാര്യമായി പങ്കെടുത്തിരുന്നു. സെയ്ദ് ബിൻ ഹാരിസയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ജമൂമിൽ എത്തി. ഇത് മദീനയിൽ നിന്ന് ഏകദേശം 50 വാര ദൂരെയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ആരെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ മുസയ്യന ഗോത്രത്തിലെ ഹലീമ എന്നു പേരുള്ള ഒരു സ്ത്രീയെ കാണുകയുണ്ടായി. അവർ ഇസ്ലാമിൻ്റെ വിരോധിപക്ഷത്തായിരുന്നു. അവിടെ എത്തിയപ്പോൾ ബനു സുലൈമിലെ കുറേ ആളുകൾ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ അറിയിപ്പ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സെയ്ദ് ബിൻ ഹാരിസ അവിടെ എത്തി ആക്രമണം നടത്തി. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിഭ്രാന്തരായി അധികം ആളുകളും പല ഭാഗത്തേക്കും ചിതറിപ്പിരിഞ്ഞു. ഏതാനും ബന്ദികളും മൃഗങ്ങളും മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു. അവർ അതുമായി മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. യാദൃച്ഛികമായി ഈ ബന്ദികളിൽ ഹലീമയുടെ ഭർത്താവും ഉണ്ടായിരുന്നു. അയാളും യുദ്ധം ചെയ്യുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമയുടെ സഹായം, അതായത് വിവരങ്ങൾ നൽകിയതുകൊണ്ട് അവരെ യാതൊരു തരത്തിലുള്ള യുദ്ധക്കരവും വാങ്ങാതെ വിട്ടയച്ചു. മാത്രമല്ല അവളുടെ ഭർത്താവിനെയും ഔദാര്യപൂർവ്വം വിട്ടയക്കുകയുണ്ടായി. ഹലീമയും ഭർത്താവും സന്തോഷപൂർവ്വം തങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു.
അതുപോലെ സെയ്ദ് ബിൻ ഹാരിസയുടെ മറ്റൊരു സംഭവമുണ്ട്. ഇവർ ഐസിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ്. അതിന്റെ വിശദീകരണത്തിൽ സീറത്ത് ഖാത്തുമുൻ നബീനിൽ ഇങ്ങനെ വിവരണം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 6 ജമാദിയുൽ ഊല മാസം അവരെ, അതായത് സെയ്ദ് ബിൻ ഹാരിസയെയും 170 സഹാബാക്കളുടെ സംഘത്തിന് തലവനായി നിശ്ചയിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് പറഞ്ഞയച്ചു. ഈ യുദ്ധനീക്കത്തിന്റെ കാരണം ചരിത്രകാരന്മാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഷാമിൽ നിന്ന് മക്ക ഖുറൈശികളുടെ ഒരു സംഘം വരുന്നുണ്ടായിരുന്നു. അവരെ തടയുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തെ പറഞ്ഞയച്ചത്. ഖുറൈശികളുടെ സംഘം എപ്പോഴും ആയുധധാരികളായിരുന്നു. മക്കയ്ക്കും ഷാമിനുമിടയ്ക്ക് അവർ വന്നുപോയിക്കൊണ്ടിരുന്നു. അവർ മദീനയുടെ വളരെ സമീപത്തോടു കൂടിയാണ് കടന്നുപോയിരുന്നത്. അതുകൊണ്ട് അപകട സാധ്യതയും ഉണ്ടായിരുന്നു. കൂടാതെ ഈ സംഘം പോകുന്ന വഴിയിൽ ഗോത്രങ്ങളെ മുസ്ലിങ്ങൾക്കെതിരെ ഇളക്കിവിടുമായിരുന്നു. അത് കാരണം രാജ്യത്ത് മുഴുവനും മുസ്ലിങ്ങൾക്കെതിരെ ശത്രുതയുടെ വളരെ ഭയാനകമായ അഗ്നിയാണ് പടർന്നത്. അതിനെ തടയേണ്ടതും അനിവാര്യമായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട സംഘത്തെ സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ സെയ്ദ് ബിൻ ഹാരിസിനെ അവിടേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി പാത്തും പതുങ്ങിയും ഐസ് എന്ന സ്ഥലത്ത് എത്തി. ഈ കച്ചവട സംഘത്തെ കീഴ്പ്പെടുത്തി. ഐസ് എന്നത് മദീനയിൽ നിന്ന് 4 ദിവസത്തെ യാത്രാ ദൈർഘ്യമുള്ള സമുദ്രതീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്രതീക്ഷിത ആക്രമണം കാരണം കച്ചവട സംഘത്തിന് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ തങ്ങളുടെ സാധന സാമഗ്രികൾ ഒഴിവാക്കി ഓടി രക്ഷപ്പെട്ടു. സെയ്ദ് ചിലരെ ബന്ദിയാക്കുകയും കച്ചവട സംഘത്തിന്റെ സാധനങ്ങൾ കൈക്കലാക്കി മദീനയിലേക്ക് തിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ എത്തുകയും ചെയ്തു. ഈ സംഭവങ്ങളിൽ അബുൽ ആസ് ബിൻ റബി ബന്ദിയാക്കപ്പെട്ടതും ഇസ്ലാം സ്വീകരിച്ചതുമായ വിവരണവും ഉണ്ട്. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഇസാഖ് പറയുന്നു, മക്ക വിജയത്തിനു മുമ്പ് അബുൽ ആസ് ബിൻ റബി തന്റെ സമ്പത്തും ഖുറൈശികളുടെ ആളുകളുടെ സമ്പത്തുമായി കച്ചവടത്തിനു വേണ്ടി ഷാമിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കച്ചവടം കഴിഞ്ഞ് തന്റെ സംഘത്തെയും കൂട്ടി തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സൈനിക സംഘവുമായി മുഖാമുഖം വന്നു. സഹാബാക്കൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സമ്പത്തും പിടിച്ചെടുത്തു. സംഘാംഗങ്ങളെ മുഴുവനും ബന്ദികളാക്കി. ഇബ്നു സഅദ് എഴുതുന്നു, ഹദരത്ത് സെയ്ദ് ഈ സംഘത്തെ അതിൽ അബുലാസം ബന്ദിയാക്കപ്പെട്ടിരുന്നു മദീനയിലേക്ക് എത്തിച്ചു. ഇമാം സുഹരിയുടെയും ഇമാം ഉഖ്ബയുടെയും വീക്ഷണത്തിൽ അബൂ ബസീറും അബൂ ജന്തലും ഇവർ രണ്ടുപേരും അബുലാസിന്റെ ഈ സംഘത്തിന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും അവരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരുടെയും സങ്കേതം സീഫുൽ ബഹർ ആയിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഐസിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ സമുദ്രതീരത്താണ് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും ഈ സംഘങ്ങളെ ആരെയും വധിച്ചില്ല. കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമാതാവായിരുന്നു. ഒരു നിവേദനത്തിൽ അബുൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് സെയ്ദ് ബിൻ ഹാരിസയുടെ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് കുതറി ഓടി എന്നും പറയുന്നു. മുസ്ലിങ്ങൾ ഈ സംഘത്തിന്റെ സ്വത്തുക്കളുമായി തിരിച്ചെത്തിയപ്പോൾ അബുൽ ആസും രാത്രി മദീനയിൽ തന്റെ ഭാര്യയായ ഹസ്രത്ത് സൈനബ് ബിൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി സംരക്ഷണം ആവശ്യപ്പെട്ടു. ഹസ്രത്ത് സൈനബ് അബുൽ ആസിനെ സംരക്ഷണം നൽകി. രാവിലെ നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലുകയും സഹാബാക്കൾ അത് ഏറ്റുചൊല്ലി നമസ്കാരം ആരംഭിക്കുകയും ചെയ്തു. ഹസ്രത്ത് സൈനബ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥലത്ത് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അവർ തന്റെ വീടിനു മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, ഞാൻ അബുൽ ആസിന് അഭയം നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയപ്പോൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ കേട്ടത് നിങ്ങളും കേട്ടില്ലേ? അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ ആരുടെ കയ്യിലാണോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. എനിക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അറിയില്ലായിരുന്നു. നേരത്തെ അറിവുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ സൈനബിൽ നിന്നാണ് ഇതെല്ലാം കേൾക്കുന്നത്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ മുസ്ലിങ്ങൾ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഒറ്റക്കൈയാകുന്നു. തുറന്നു പറഞ്ഞു, മുസ്ലിങ്ങൾ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നു. അവരിലെ ഏതെങ്കിലും ദുർബലനായ വ്യക്തി പോലും ആർക്കെങ്കിലും അഭയം നൽകിയാൽ നമ്മളും അയാൾക്ക് അഭയം നൽകുന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിലേക്ക് പോയി. ഹദ്റത്ത് സൈനബും പിന്നാലെ വീട്ടിൽ പ്രവേശിച്ചു.
അബുൽ ആസിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്ത് തിരിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപേക്ഷ സ്വീകരിച്ചു. തുടർന്ന് പറഞ്ഞു, മോളെ, നീ ഇയാളെ നല്ലപോലെ പരിഗണിക്കുക. പക്ഷേ ഒറ്റയ്ക്ക് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തരുത്. അദ്ദേഹം നിനക്ക് ഇന്നു മുതൽ അനുവദനീയമല്ല. കാരണം അയാൾ കാഫിറും നീ മുസ്ലിമുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസിന്റെ സമ്പത്ത് പിടിച്ചെടുത്ത സൈനിക സംഘത്തോട് പറഞ്ഞു, ഈ വ്യക്തി നമ്മളിൽ നിന്നുള്ള ആളാകുന്നു. നിങ്ങൾക്കും അതറിയാം. അതായത് എനിക്ക് ഇദ്ദേഹവുമായി ബന്ധമുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് പിടിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾ ഔദാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തുകൾ തിരിച്ചു കൊടുക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഔദാര്യപൂർവ്വം അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായാൽ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. ഇനി നിങ്ങൾ ഇത് നിഷേധിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സമരാർജിത സ്വത്തുക്കളാകുന്നു. അത് അവൻ നിങ്ങൾക്ക് നൽകിയതാണ്. ഞാൻ അതിൽ യാതൊരു ആക്ഷേപവും ഉന്നയിക്കുന്നതല്ല. നിങ്ങൾ അതിനെ ഏറെ അർഹരുമാണ്. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഈ സമ്പത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കാം. ഇബ്നു ഉഖ്ബ എഴുതുന്നു, അബൂ ജന്ദലും കൂട്ടുകാരും ബന്ദിയാക്കിയ തൻ്റെ കൂട്ടുകാരെയും അവരിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്തിനെയും കുറിച്ച് ഹദ്റത്ത് സൈനബിനോട് സംസാരിച്ചു. തുടർന്ന് ഹദ്റത്ത് സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു ജനങ്ങളോട് ഒരു പ്രഭാഷണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഏതാനും ആളുകളെ ജാമാതാക്കളാക്കിയിട്ടുണ്ട്. അബുലാസിനെയും ജാമാതാവ് ആക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ ഒരു നല്ല ജാമാതാവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ഖുറൈശി സുഹൃത്തുക്കളോടൊപ്പം ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അബൂ ജന്ദലും അബൂ ബസീറും അവരെ പിടികൂടി ബന്ദികളാക്കി. അവരുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചെടുത്തു. പക്ഷേ ആരെയും വധിച്ചില്ല. സൈനബ് എന്നോട് ഇദ്ദേഹത്തിന് അഭയം നൽകാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളും അബുൽ ആസിനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും അഭയം നൽകുന്നുവോ? ആളുകൾ പറഞ്ഞു, തീർച്ചയായും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും പറ്റി പറഞ്ഞ വർത്തമാനങ്ങൾ അബൂ ജന്ദലിൻ്റെയും കൂട്ടുകാരുടെയും അടുക്കലെത്തി. അവർ അപ്പോൾ ഈ ശത്രുക്കളെ മുഴുവനും സ്വതന്ത്രരാക്കി. അതിൽ നിന്ന് പിടിച്ചെടുത്ത സർവ്വസാധനങ്ങളും, എന്തിനധികം ഒരു കയറിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ അതുപോലും തിരിച്ചു കൊടുത്തു. ഇബ്നു ഇസാഖും ഉമറും പറയുന്നു, സഹാബാക്കൾ അവരുടെ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുത്തു. ചിലർ വെള്ളത്തിൻ്റെ പാത്രങ്ങൾ, വേറെ ചിലർ ബക്കറ്റുമായി വരുന്നു. ഇനിയും ചിലർ തുകൽ പാത്രങ്ങളുടെയുമായും വരുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ പല്ലക്കൻ്റെ വടികളുമായിട്ടാണ് എത്തിയത്. ചുരുക്കത്തിൽ അവർ ബന്ദികളോടൊപ്പം എല്ലാ സാധന സാമഗ്രികളും തിരിച്ചു കൊടുത്തു. അതിൽ യാതൊരു സാധനവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് അബുൽ ആസ് ഈ സമ്പത്തുമായി മക്കയിലേക്ക് തിരിച്ചു. ഓരോ അവകാശിക്കും അയാളുടെ അവകാശം കൊടുത്തു വീട്ടി. തുടർന്ന് അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു, അല്ലയോ മക്ക നിവാസികളെ, നിങ്ങളുടെ ഏതെങ്കിലും സമ്പത്ത് ഇനി എൻ്റെ പക്കൽ ബാക്കിയായിട്ടുണ്ടോ? അല്ലയോ മക്ക നിവാസികളെ, ഞാനൊരു ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റിയില്ലേ? എല്ലാവരും പറഞ്ഞു, അതെ, അള്ളാഹു നിനക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിന്നെ വളരെ നല്ല കൂറുള്ള മനുഷ്യനായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അബുല്ലാസ് താൻ ഇസ്ലാം സ്വീകരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പക്കൽ ഇസ്ലാം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യവും എന്നെ തടയാൻ ഇല്ലായിരുന്നു. അതായത്, ഞാൻ മദീനയിലായിരുന്നപ്പോൾ എനിക്ക് ഇസ്ലാം സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ സമ്പത്ത് തിന്നുമുടിക്കുമോ എന്ന് നിങ്ങൾ ശങ്കിച്ചെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അള്ളാഹു എൻ്റെ പക്കൽ അമാനത്താക്കി വെച്ചിരുന്ന സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു. ഞാൻ അതിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മുസ്ലിം ആവുകയാണ്. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മദീനയിൽ എത്തി. ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മീർസാ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, എയ്സിലേക്ക് പുറപ്പെട്ട സൈനിക സംഘം പിടികൂടിയ ബന്ദികളിൽ അബുൽ ആസ് ബിൻ റബീഉം ഉണ്ടായിരുന്നു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജാമാതാവും ഹദ്റത്ത് ഖദീജയുടെ അടുത്ത ബന്ധുവുമായിരുന്നു. ഇതിനു മുമ്പ് ഇദ്ദേഹം ബദർ യുദ്ധത്തിലും ബന്ദിയാക്കപ്പെട്ടിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മക്കയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ ഹദ്റത്ത് സൈനബെ മദീനയിലേക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ
അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ വിട്ടയക്കപ്പെട്ടതായിരുന്നു. അബുൽ ആസ് തന്റെ വാഗ്ദാനം നിറവേറ്റിയെങ്കിലും സ്വയം ഷിർക്കിൽ തന്നെ തുടർന്നു പോന്നു. സെയ്ദ് ബിൻ ഹാരിസ ബന്ദിയാക്കി മദീനയിലേക്ക് എത്തിയപ്പോൾ രാത്രി സമയമായിട്ടുണ്ടായിരുന്നു. അബുൽ ആസ് എങ്ങനെയോ ഹദ്റത്ത് സൈനബിന് താൻ ബന്ദിയായി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുകയും തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും സുബഹി നമസ്കാരത്തിന്റെ തിരക്കിലായിരുന്നു. സൈനബ് തന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ മുസ്ലിങ്ങളെ, ഞാൻ അബുല്ലാസിന് അഭയം നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബാക്കളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, സൈനബ് പറഞ്ഞത് നിങ്ങളും കേട്ടില്ലേ? അള്ളാഹുവാണേ, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. മുഅ്മിനീങ്ങളുടെ സംഘം ഒരേ മനസ്സുള്ളവരാണ്. അതിൽ ആരെങ്കിലും ഏതെങ്കിലും കാഫിറിന് അഭയം നൽകിയാൽ അതിനെ ആദരിക്കേണ്ടത് അനിവാര്യമാകുന്നു. തുടർന്ന് സൈനബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ അഭയം നൽകിയവർക്ക് ഞങ്ങളും അഭയം നൽകുന്നു. ഈ യുദ്ധനീക്കത്തിൽ അബുൽ ആസിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്ത് മുഴുവനും അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. തുടർന്ന് തന്റെ മകൾ സൈനബിനോട് പറഞ്ഞു, അബുൽ ആസിനെ നല്ലപോലെ സൽക്കരിക്കുക, പക്ഷേ അദ്ദേഹവുമായി ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തരുത്. കാരണം ഇപ്പോൾ സാഹചര്യത്തിൽ നീ അദ്ദേഹവുമായി കൂടുന്നത് അനുവദനീയമല്ല. അബുൽ ആസ് ഏതാനും ദിവസം മദീനയിൽ താമസിച്ചതിന് ശേഷം മക്കയിലേക്ക് തിരിച്ചുപോയി. പക്ഷെ അദ്ദേഹം മക്കയിലേക്ക് പോയത് അവിടെ സ്ഥിരതാമസമാക്കാൻ ആയിരുന്നില്ല. അദ്ദേഹം വളരെ വേഗം തൻ്റെ ഇടപാടുകളെല്ലാം തീർത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി മദീനയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി മുസ്ലിമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ഒരു നിക്കാഹ് നടത്താതെ തന്നെ അദ്ദേഹത്തെ ഹദ്റത്ത് സൈനബിനെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഇനി ഭാര്യ എന്ന നിലയ്ക്ക് കഴിയാനുള്ള അനുവാദം നൽകി. ചില നിവേദനങ്ങളിൽ ആ സമയത്ത് ഹദ്റത്ത് സൈനബിൻ്റെയും അബുൽ ആസിൻ്റെയും നിക്കാഹ് വീണ്ടും നടത്തി എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ നിവേദനമാണ് കൂടുതൽ പ്രബലവും ശരിയും ആയിട്ടുള്ളത്. ഹദ്റത്ത് അബുൽ ആസിൻ്റെ കച്ചവടം മക്കയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മദീനയിൽ തങ്ങാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അനുവാദം വാങ്ങി മക്കയിലേക്ക് തിരിച്ചുപോയി. മക്കയിൽ താമസിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഹദ്റത്ത് അലിയുടെ നേതൃത്വത്തിൽ ഹിജ്റ 10-ാം വർഷം പറഞ്ഞുവിട്ട ഒരു സൈനിക നീക്കത്തിൽ മാത്രമേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളൂ. ഹദ്റത്ത് അലി യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ യമനിൽ കൈകാര്യകർത്താവായി നിയമിച്ചു. ഹദ്റത്ത് സൈനബ ഹിജ്റ 8-ാം വർഷം വഫാത്തായതിനു ശേഷം അബുൽ ആസും കൂടുതൽ കാലം ജീവിച്ചിരുന്നില്ല. ഹിജ്റ 12-ാം വർഷത്തിൽ അദ്ദേഹവും വഫാത്തായി. അടുത്ത ഗസവ അഥവാ യുദ്ധനീക്കം ഗസവ അബു ലൈഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പേര് ലീഹാൻ എന്നും ലെഹാൻ എന്നും വന്നിട്ടുണ്ട്. ബനു ലൈഹാൻ ബനു ഹസീലിന്റെ ശാഖയാകുന്നു. മക്കയിൽ നിന്ന് 3 വാര അകലെയാണ് അസ്വാൻ താഴ്വരയുള്ളത്. അതിൻ്റെ വടക്ക് കിഴക്ക് 5 മൈൽ ദൂരത്തുള്ള ഖാറാൻ താഴ്വരയിലാണ് ബനു ലൈഹാൻ വസിച്ചിരുന്നത്. ബനു ലൈഹാൻ ഗസ്വ ഏത് വർഷം ഏത് മാസത്തിലാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാമ ഇബ്നു സഅദിന്റെ വീക്ഷണത്തിൽ ഈ ഗസ്വ ഹിജ്റ 6-ാം വർഷം റബിയുൽ അവൽ മാസത്തിന്റെ പ്രാരംഭത്തിലാണ് നടന്നത്. മുഹമ്മദ് ബിൻ ഉമർ ഹിജ്റ 6-ാം വർഷത്തിലാണെന്നും അല്ലാമ ഇബ്നു ഇസാഖ് ഈ യുദ്ധം ബനു ഖുറൈസ യുദ്ധത്തിന്റെ 6 മാസങ്ങൾക്ക് ശേഷം ഹിജ്റ 6-ൽ ജമാദിയുൽ ഊല മാസത്തിലാണ് നടന്നതെന്നും എഴുതുന്നു. അല്ലാമ ഹാക്കിം ഇത് ഷാബാൻ മാസത്തിലാണ് ഉണ്ടായതെന്ന് പറയുന്നു. അല്ലാമ ഇബ്നു ഹസം ഹിജ്റ 5-ാം വർഷത്തിലാണെന്നും അല്ലാമ സഹബി ഹിജറി 6-ാം വർഷമാണെന്നും ചില ചരിത്രകാരന്മാർ ഇത് ഹിജറി 4-ാം വർഷമാണെന്നും എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഹദ്റത്ത് മീത ബഷീർ അഹമ്മദ് സാഹിബ് ഇത് ഹിജറി 6-ാം വർഷം ജമാദിയിൽ ഊല മാസത്തിൽ, അതായത് AD 627 സെപ്റ്റംബർ മാസത്തിലാണ് ഉണ്ടായതെന്ന് തെളിയുന്നു. അദ്ദേഹം എഴുതുന്നു, ബനു ലൈഹാൻ യുദ്ധത്തിൻ്റെ തീയതിയെപ്പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു സഅദ് ഹിജ്റ 6-ാം വർഷം റബീഉൽ അവ്വൽ എന്ന വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഇത് ഹിജറ 6-ാം വർഷം ജമാദിയിൽ ഊലയിലാണ് സംഭവിച്ചത്. അദ്ദേഹം പറയുന്നു, ഇവിടെ ഇബ്നു ഇസാഖിനെയാണ് ഞാൻ അനുകൂലിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അത് ശരിയാകുന്നു. വല്ലാഹു അലം. ബനു ലൈഹാൻ ഗോത്രത്തിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റി ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു. അദ്ദേഹം അസാബ് സംഭവത്തിൻ്റെ വളരെ വേദനാജനകമായ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്നു. ഈ അവസരത്തിൽ നിർദോഷികളായ 10 മുസ്ലിങ്ങൾ ഇവർ ഇസ്ലാമിൻ്റെ പരിശുദ്ധ സന്ദേശ പ്രചരണത്തിൽ വ്യാപൃതരായി അയക്കപ്പെട്ടവരായിരുന്നു. വളരെ നിഷ്ഠുരമായി ചതിയിൽപ്പെടുത്തി അവരെ കൊല്ലുകയുണ്ടായി. എല്ലാ ഫിത്നയുടെയും അടിവേര് ബനു ലൈഹാൻ ഗോത്രത്തിലുള്ളവരായിരുന്നു. അവർ അന്ന് മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ഖർറാൻ താഴ്വരയിലാണ് അന്ന് വസിച്ചിരുന്നത്. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഈ സംഭവത്തിൽ വളരെയേറെ വേദന ഉണ്ടായിരുന്നു. ബനു ലൈഹാന്റെ നീക്കം അപ്പോഴും ശത്രുതയും കുഴപ്പങ്ങളും നിറഞ്ഞതായിരുന്നു. അവർ ഇനിയും മുസ്ലിങ്ങൾക്കെതിരിൽ എന്തെങ്കിലും ഫിത്നയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എത്രയും വടക്ക് ഭാഗത്തേക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ അത് ചുരുങ്ങിയ പക്ഷം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെങ്കിലും ഉപകരിക്കുമെന്ന് കരുതി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഇബ്നു മക്തൂമിനെ മദീനയിൽ പ്രതിനിധിയായി നിശ്ചയിച്ചുകൊണ്ട് വടക്ക് ഭാഗത്തേക്കുള്ള നീക്കവുമായി പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ 200 സഹാബാക്കളും 20 കുതിരകളും സവാരികളും ഉണ്ടായിരുന്നു. അവർ മദീനയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് ഷാമിലേക്കുള്ള വഴിയിലൂടെ പുറപ്പെട്ടു. അതേസമയം ബനു ലൈഹാൻ മദീനയുടെ തെക്ക് ഭാഗത്ത് ഹിജാസിൽ മക്കയുടെ വഴിയുടെ സമീപമാണ് ഉണ്ടായിരുന്നത്. വടക്ക് ഭാഗത്തേക്ക് പോകാൻ അറിയിപ്പ് കിട്ടി. അവർ ഓടി. രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ലൈഹാനുമേൽ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ഉപദേശിക്കുകയുണ്ടായി. ഈ ലക്ഷ്യ സാധ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ വാഹനം ഒഴിവാക്കി വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് അബു ലൈഹാന്റെ നാടായ ഖർറാനിൽ എത്തി. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബാക്കൾ ഷഹീദായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായ 2 സഹാബാക്കൾക്ക് കാരണത്തിന് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ ബനു ലൈഹാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവിനെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയപ്പോൾ അവർ മലമുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവരിൽ ആരെയും പിടികൂടാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 ദിവസം അവിടെ താമസിക്കുകയും എല്ലാ ഭാഗത്തേക്കും സംഘങ്ങളെ പറഞ്ഞയക്കുകയും ചെയ്തെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ലക്ഷ്യകേന്ദ്രത്തിലെത്തി അവിടെ കുറച്ചു സമയം തങ്ങുകയുണ്ടായി. നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ സഹാബാക്കൾ ഷഹീദായ നിശ്ചിത സ്ഥലങ്ങളിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറെ സങ്കടമുണ്ടായി. വളരെ കരഞ്ഞു വിലപിച്ച് ആ ശൂതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. തുടർന്ന് എഴുതുന്നു, ബനു ലഹസനുമേൽ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തണമെന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും അവർ പർവ്വത നിലകളിലേക്ക് ഓടിപ്പോയതിനാൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഫാൻ വരെയും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നുണ്ടെന്നും തൻ്റെ സഹാബാക്കളുമായി അഫ്സാനിലേക്ക് പോയിരിക്കുകയാണെന്നും മക്കക്കാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇബ്നു ഇസാഖിൻ്റെ വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കുതിര സവാരിക്കാരുമായി അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അങ്ങനെ ഖുറൈശികൾ അവരെക്കുറിച്ച് കേൾക്കുകയും ഭയപ്പെടുകയും ചെയ്യട്ടെ എന്ന് കരുതി. ഹദരത്ത് അബൂബക്കർ ഖറാഉൽ ഗനീം വരെ പോയി. ഇത് അസ്ഫാനിൽ നിന്ന് 8 മൈൽ അകലെയുള്ള താഴ്വരയാണ്. പിന്നെ ഹദരത്ത് അബൂബക്കർ ആരെയും അവിടെ നേരിടേണ്ടി വന്നില്ല. ഹദരത്ത് അബൂബക്കർ അഫ്സാനിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് ആരെയും തിരിച്ചെടുക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു പുറപ്പെട്ടു. 14 ദിവസം പുറത്ത് കരഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വന്നത്. ഹദരത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, തിരിച്ചു വരുന്ന യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ ചെയ്യുകയുണ്ടായി. അത് പിന്നെ മുസ്ലിങ്ങൾ തങ്ങളുടെ യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പൊതുവെ ചൊല്ലാറുണ്ട്. അത് ഇപ്രകാരമാകുന്നു: ആയിബൂന തായിബൂന ആബിദൂന സാജിദൂന
റബ്ബിന ഹാമിദൂൻ, അതായത് ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് തിരിച്ചു വരുന്നവരും അവന് മുന്നിൽ കുനിയുന്നവരും അവനെ ആരാധിക്കുന്നവരും ആകുന്നു, അവന് മുന്നിൽ പ്രണാമം ചെയ്യിക്കുന്നവരും ആണ്, ഞങ്ങളുടെ റബ്ബിൻ്റെ സ്തുതികീർത്തനം പാടുന്നവരുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷമുള്ള പല യാത്രകളിലും പൊതുവെ ഈ ദുആ ചെല്ലാറുണ്ടായിരുന്നു. ചില സമയത്ത് സദഖല്ലാഹു അലമു എന്ന് നിസാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷമുള്ള പല യാത്രകളിലും പൊതുവെ ഈ ദുആ ചൊല്ലുമായിരുന്നു. ചില സമയത്ത് സദഖല്ലാഹു വല്ലാഹു വനസറ അബ്ദുഹു വഹസ്മുൽ അഹ്സാബു വഹ്ദഹു, അതായത് നമ്മുടെ നാഥൻ വാഗ്ദാനം പൂർത്തിയാക്കുകയും ദാസന്മാരെ സഹായിക്കുകയും ശത്രു സൈന്യങ്ങളെ സ്വയം തൻ്റെ വീര്യം കരുത്തിക്കൊണ്ട് പരാജിതരാക്കുകയും ചെയ്തു എന്ന വാക്കുകളും അധികരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചരിത്രകാരന്മാർ ഈ ദുആ ബനു ലെഹാൻ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയാണ് വിവരിക്കുന്നത്. ഹദീസ് പടുക്കൾ അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ദുആ സ്വയം അതിനുള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അത് വായിക്കുമ്പോൾ ആ പ്രയാസഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടായിരുന്ന വൈകാരിക ഭാവങ്ങളെക്കുറിച്ചും അനുമാനിക്കാൻ കഴിയും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കൾക്കുള്ളിൽ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഈ ദുആയിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങളുടെ ഇബാദത്തിലും ഇസ്ലാമിൻ്റെ സമാധാന പ്രചാരണ വഴികളിലും ഉണ്ടായിക്കൊണ്ടിരുന്ന തടസ്സങ്ങളെ അള്ളാഹു നീക്കിത്തരയണമേ എന്ന ഹൃദയാഭിലാഷവും അള്ളാഹു ഈ തടസ്സം മാറ്റി തന്നിടത്തോളം അതിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കീർത്തനവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. ആരെങ്കിലും ഒരു വളരെ ഇഷ്ടപ്പെട്ട ജോലിയിൽ മുഴുകുകയും പിന്നെ പെട്ടെന്ന് വേറെ ആരെങ്കിലും വന്ന് അതിൽ തടസ്സമുണ്ടാക്കി ശ്രദ്ധ തിരിക്കുകയും പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ തടസ്സം മാറുകയും അയാൾ വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട ജോലിയിൽ മുഴുകുകയും ചെയ്യുന്നത് പോലെയാണ്. ആ സമയത്ത് അയാളുടെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടാകുന്ന വികാരങ്ങളാണ് ഈ ദുആയിൽ അന്തർലീനമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ ഈ യാത്രയുടെ താൽക്കാലിക തടസ്സങ്ങളിൽ നിന്ന് മോചിതരായി വീണ്ടും നമ്മുടെ ദൈവത്തിൻ്റെ സ്മരണയിൽ കഴിച്ചുകൂട്ടുകയും അവൻ്റെ സ്തുതികീർത്തനത്തിന് അവസരം ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. അതേ നമ്മുടെ ദൈവം തന്നെയാണ് നേരത്തെയും പല പ്രാവശ്യം നമ്മളെ ശത്രുക്കളുടെ ഫിത്രകളിൽ നിന്ന് സംരക്ഷിച്ച് സമാധാനം നൽകിയവൻ. ഈ വൈകാരിക അവസ്ഥ എത്രമാത്രം അനുഗ്രഹീതവും മനോഹരവും സമാധാനപൂർണവുമാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇപ്പോഴും ചില ഇസ്ലാം ശത്രുക്കൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളുടെയും യഥാർത്ഥ ലക്ഷ്യം മൃഗീയവും യുദ്ധവും ഭൗതിക സ്വത്തുക്കൾ ആർജിക്കലുമായിരുന്നു. അടുത്ത സരിയ യുദ്ധനീക്കം സരിയ സെയ്ദ് ബിൻ ഹാരിസ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സരിയ ഹിജറ 6-ാം വർഷം ജമാദിയിൽ ആഖിർ മാസത്തിലാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസയെ ബനു സാലബ ബിൻ സായദിലുള്ള തരിഫ് എന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. തരിഫ് ബനു സാലബിയുടെ ഒരു കിണറിൻ്റെ പേരാകുന്നു. ഇത് ഇറാഖിലുള്ള വഴിയിൽ മദീനയിൽ നിന്ന് 36 മൈൽ ദൂരെയാണുള്ളത്. ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസ 15 ആളുകളോടൊപ്പം പുറപ്പെട്ട് തരിഫിൽ എത്തി. അവിടെ നിന്ന് ഒട്ടകങ്ങളെയും ആടുകളെയും പിടികൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഗ്രാമീണവാസികൾ ഭയപ്പെടുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസ മൃഗങ്ങളെ മദീനയിലേക്ക് തെളിച്ചു കൊണ്ടുവന്നു. ബനു സാലബിയിലെ ആളുകൾ ഈ സഹാബാക്കളെ അന്വേഷിച്ച് പുറപ്പെട്ടെങ്കിലും അവർക്ക് അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. സഹാബാക്കൾ 20 ഒട്ടകങ്ങളെയാണ് പിടിച്ചുകൊണ്ടുവന്നത്. അവർ 4 രാത്രികൾ ഈ സൈനിക വ്യൂഹത്തിൻ്റെ പുറത്ത് കാവൽ കഴിച്ചുകൂട്ടിയെങ്കിലും ഈ യുദ്ധനീക്കത്തിൽ പുറത്ത് കഴിച്ചുകൂട്ടിയെങ്കിലും യുദ്ധത്തിൻ്റെ അവസ്ഥ ഉണ്ടായില്ല. ഈ സരിയ അഥവാ യുദ്ധനീക്കത്തിൽ മുസ്ലിങ്ങളുടെ കോഡ് ഉമ്മത്ത് ഉമ്മത്ത് എന്നതായിരുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട്. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഷാമിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഒരു അക്രമിയായ സ്വേച്ഛാധിപത്യ ഭരണകൂടം അവസാനിച്ചു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇനി വരാനുള്ള ഭരണകൂടവും നീതിയോടെ വർത്തിക്കുന്നവരാകാൻ ദുആ ചെയ്യുക. പുതുതായി വന്നവർ തങ്ങൾ നീതി നടപ്പാക്കുമെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ശക്തി ലഭിക്കുമ്പോൾ പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കുന്നത് മറ്റൊന്നുമാണ്.
അങ്ങനെയാണ് പൊതുവിൽ കാണപ്പെടുന്നത്. അള്ളാഹു ഈ പ്രദേശങ്ങളിലുള്ള അഹമ്മദികൾക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. നിരൂപകർ പറയുന്നു, പൊതുജനങ്ങൾ പ്രത്യക്ഷത്തിൽ അക്രമങ്ങൾ അവസാനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഭാവിയിൽ എന്താണെന്നതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല. അതുപോലെ അനാവശ്യമായി ഇസ്രായേലും ഈ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നു. പ്രത്യക്ഷത്തിൽ ഇസ്ലാമിക ലോകത്തിനെതിരിൽ ഇവരുടെ പ്രത്യക്ഷത്തിൽ അനിസ്ലാമിക ലോകത്തിനെതിരിൽ ഇവരുടെ ഉദ്ദേശങ്ങൾ ഭയാനകമാണെന്ന് തോന്നുന്നു. ഈ നിലയ്ക്ക് ഒരു രാഷ്ട്രവും സുരക്ഷിതമല്ല. പാകിസ്ഥാന് വേണ്ടിയും ഈ നിലയ്ക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇറാന് വേണ്ടിയും മറ്റ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. കക്ഷികളും പ്രതികക്ഷികളുമായുള്ള അത്യാർത്തിയും അവരിൽ നിന്ന് ഇല്ലാതായി പോകുമാറാകട്ടെ. അവർ ഒന്നിച്ചു ചേരുമാറാകട്ടെ. മുസ്ലിങ്ങളിൽ നിന്ന് ഈ ഒരു നിലപാട് തന്നെയാണ് തുടരുന്നതെങ്കിൽ പിന്നെ ഇത്തരം ആക്രമികളെ അള്ളാഹു എങ്ങനെ സഹിക്കാനാണ്? അവർ തങ്ങളുടെ സ്വന്തം ആളുകളെ തന്നെ കൊല്ലുന്നു. ഏതായാലും അള്ളാഹു എല്ലാ അഹമ്മദികളെയും ഈ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അഹമ്മദികൾ ഈ മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് നാമമാത്രമായ മുസ്ലിങ്ങൾ ആയിത്തീരുകയും ചെയ്തവരാണ്. നാമമാത്രമായ മുസ്ലിങ്ങളിൽ നിന്നോ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അനിൽ നിന്നോ സുരക്ഷിതമല്ല. അള്ളാഹു കരുണയുമാറാകട്ടെ. നമ്മളുടെ ലക്ഷ്യം എപ്പോഴും അവൻ്റെ സംരക്ഷണത്തിൽ ആയിരിക്കേണ്ടതാണ്. അതുപോലെ ലോകത്ത് പ്രളയവും വളരെയേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മായോട്ടിൽ പ്രളയമുണ്ടായി. അവിടെ അഹമ്മദികളും ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സുരക്ഷിതരാണ്. ജമാഅത്തും അവിടെയുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ സർക്കാർ സേവനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സർക്കാർ അവരുടെ ജമാഅത്തും അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ സർക്കാർ അതിനെ ശ്ലാഘിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഭക്ഷണം തന്നിഷ്ടം പോലെ വിൽക്കുന്നു. പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. അവിടെ ജമാഅത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സേവനം ചെയ്യുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ഏതായാലും അള്ളാഹു ഈ ദ്വീപുകളെ ആകാശീയ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുക. ഇനി ഞാൻ നമസ്കാരത്തിന് ശേഷം ചില ആളുകളുടെ ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ഇതിൽ ആദ്യത്തേത് അമീർ ഹസൻ വർറാനി സാഹിബ് ഷഹീദിൻ്റെതാണ്. ഇദ്ദേഹം മീർപൂർ ഖാസ് ജില്ലയിലെ നുസ്രത്താബാദിലുള്ള ദുർ മുഹമ്മദ് സാഹിബിൻ്റെ മകനാകുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഫയറിംഗ് ചെയ്ത് അദ്ദേഹത്തെ ഷഹീദാക്കി. അദ്ദേഹം മൂസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തിൽ മാതാവും ഭാര്യയും 2 ആൺമക്കളും 3 പെൺമക്കളും സഹോദരി സഹോദരന്മാരുമുണ്ട്. വിശദാംശങ്ങൾ ഇപ്രകാരമാകുന്നു. അമീർ ഹസൻ സാഹിബ് ഡിസംബർ 13 തഹജ്ജുദ് നമസ്കാരവും ജമാഅത്തായ ഫജർ നമസ്കാരത്തിനും ശേഷം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. 12 വയസ്സുള്ള മകൻ അസീസ് തൈമൂറും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനും മസ്ജിദിനുമിടയിൽ ഒരു റോഡുണ്ട്. അദ്ദേഹം റോഡ് മുറിച്ച് കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2 അജ്ഞാതരായ ബൈക്ക് യാത്രികർ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. മുഖം മറച്ചിരിക്കുകയായിരുന്നു. അവരടുത്തെത്തി പേര് ചോദിച്ചു. അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ വെടിയുതിർക്കുകയാണ് ഉണ്ടായത്. ഷഹീദിന് 5 വെടിയുണ്ടകൾ ഏൽക്കുകയുണ്ടായി. അത് കാരണം തൽക്ഷണം ഷഹീദാവുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനുശേഷം ആക്രമികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ അസീസ് തൈമൂറിനെ അള്ളാഹു അത്ഭുതകരമായി രക്ഷിച്ചു. മകൻ വളരെ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജമാഅത്തിലെ അംഗങ്ങൾക്ക് സംഭവത്തെക്കുറിച്ച് അറിയിപ്പ് നൽകി. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പ്രപിതാമഹൻ ധനി ബക്ഷ് സാഹിബ് മുഖേനയാണ് ജമാഅത്ത് എത്തിയത്. അദ്ദേഹം 1937 2ാം ഖിലാഫത്ത് കാലത്താണ് ബയ്യത്ത് ചെയ്തത്. ഷഹീദിൻ്റെ പിതാമഹൻ അഹമ്മദി ആയിരുന്നില്ല. എന്നാൽ പിതൃവ്യന്മാർ അടക്കമുള്ള ബാക്കി എല്ലാ കുടുംബക്കാരും അഹമ്മദിയത്ത് സ്വീകരിച്ചു. ഷഹീദിൻ്റെ പിതാവ് ദുർ മുഹമ്മദ് 2ാം ഖിലാഫത്ത് കാലത്ത് 1964 ബയ്യത്ത് ചെയ്യുന്നത്. അന്ന് സെയ്ദ് ദാവൂദ് മുസഫർ ഷാ സാഹിബ് അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം മുഖേന കൃഷിജോലികൾ ചെയ്യിപ്പിക്കാറുമുണ്ടായിരുന്നു. കുറച്ചു സമയം നുസ്രത്താബാദിൽ സെക്യൂരിറ്റി ഗാർഡായും ജോലി ചെയ്തിട്ടുണ്ട്. മർഹൂമിന് മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ കായിദായി സേവനം ചെയ്യാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഷഹാദത്ത് വേളയിൽ വഖഫ് ഹൗസ് സെക്രട്ടറി ആയിരുന്നു. ഖിലാഫത്തിനോട് ആത്മാർത്ഥതയും കൂറുമുള്ള വലിയ ബന്ധമായിരുന്നു. അതിഥി സൽക്കാര പ്രിയനും സൗമ്യ സ്വഭാവിയും ആയിരുന്നു.
അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നു, എൻ്റെ മകന് ഷഹാദത്ത് ലഭിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹുമതിയാകുന്നു. എനിക്ക് ഇനിയും മകനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവനെയും ജമാഅത്തിന് വേണ്ടി ത്യജിക്കുമായിരുന്നു. വളരെ സ്ഥൈര്യമുള്ള മാതാവാണ്. പിതാവിൻ്റെ മരണത്തിന് ശേഷം മർഹൂം എപ്പോഴും സഹോദരി സഹോദരന്മാരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ആവശ്യങ്ങളുമായി വരുന്ന ആരെയും വെറും കൈയോടെ തിരിച്ചയച്ചിരുന്നില്ല. അയൽവക്കത്ത് അന്ധയായ ഒരു അനഹമ്മദി സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ആടുകളെയും കുട്ടികളെയും ശ്രദ്ധിക്കുകയും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ജമാഅത്തായ നമസ്കാരത്തിൽ ശുഷ്കാന്തി പുലർത്തിയിരുന്നു. മീർപൂർ ഖാസ് ജില്ലാ അമീർ സാഹിബ് എഴുതുന്നു, ജമാഅത്തി പ്രോഗ്രാമുകളിൽ തൻ്റെ എല്ലാ ജോലിയും ഒഴിവാക്കി ഡ്യൂട്ടിയിൽ ഹാജരാകുമായിരുന്നു. പറയുന്നു, കഴിഞ്ഞ ഒരു മാസമായി മർഹൂമിൽ വളരെ പ്രകടമായ മാറ്റങ്ങളാണ് കണ്ടിരുന്നത്. ഫജറിന് മുമ്പേ വന്ന് മസ്ജിദ് തുറക്കുന്നതും നഫ്ലുകൾ അനുഷ്ഠിക്കുന്നതും ദിനചര്യ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ അമീർ ഹസൻ ജനിച്ചതുപോലെയാണ് തോന്നിയിരുന്നത്. ഇദ്ദേഹം ജാമ്യ അധ്യാപകനായ ഖാലിദ് ബലൂച്ച് സാഹിബിന്റെ ബന്ധുവായിരുന്നു. പറയുന്നു, മർഹൂമിന്റെ പ്രത്യേകതകളിൽ ധൈര്യവും മറ്റുള്ളവരെ സഹായിക്കുന്നതും വളരെ പ്രകടമായിരുന്നു. അദ്ദേഹം കാണുമ്പോഴെല്ലാം ആത്മീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. അള്ളാഹുവും ദാസന്മാരും തമ്മിലുള്ള ബന്ധം എങ്ങനെ നന്നാക്കാമെന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുമായിരുന്നു. മറ്റൊരു മുറബി സാഹിബ് എഴുതുന്നു, ഈ നാട്ടിൽ അനഹമ്മദികളുമായി അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ അനുശോചനം അറിയിക്കാൻ എത്തിയിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ വളരെയേറെ സ്നേഹമുള്ള ആളായിരുന്നുവെന്നും ആരുടെയും പ്രയാസത്തിൽ കൂടെ നിൽക്കുമായിരുന്നു എന്നും പറയുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ മക്കളെയും തന്റെ സംരക്ഷണയിൽ വയ്ക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം മലേഷ്യയിലെ മുബല്ലിഗായിരുന്ന മൗലാന അബ്ദുസത്താർ റൌഫ് സാഹിബിൻ്റെതാണ്. ഇദ്ദേഹവും കഴിഞ്ഞ ദിവസം 75 വയസ്സിൽ വഫാത്തായി. 1973 ജനുവരി 15 അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചത്. 77 ഒക്ടോബറിൽ റബുവ ജാമിയ അഹമ്മദിയയിൽ ചേർന്നു. മുബഷിർ കോഴ്സ് പൂർത്തിയാക്കി വിവിധ രാജ്യങ്ങളിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. 85 മുബല്ലിഗായി ഇന്തോനേഷ്യയിൽ നിയമിക്കപ്പെട്ടു. പിന്നെ ഫിജിയിലേക്ക് അയച്ചു. അവിടെ കുറച്ചു വർഷമുണ്ടായിരുന്നു. പിന്നെ ഇന്തോനേഷ്യയിലേക്ക് പോവുകയും തുടർന്ന് തബ്ലീഗ് ആവശ്യാർത്ഥം മലേഷ്യയിലേക്ക് അയക്കുകയും ചെയ്തു. പിന്നെ വിയറ്റ്നാമിൽ നിയോഗിക്കപ്പെട്ടു. അവിടെ ഏതാനും വർഷമുണ്ടായിരുന്നു. തുടർന്ന് മലേഷ്യയിൽ തന്നെ സേവനത്തിന് വേണ്ടി അയച്ചു. വളരെ നല്ല സേവകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംതപ്ത കുടുംബത്തിൽ ഭാര്യയും 3 ആൺമക്കളും ഒരു മകളുമുണ്ട്. അദ്ദേഹത്തെ അറിയുന്നവർ എഴുതുന്നു, അദ്ദേഹം ജമാഅത്തിന് വേണ്ടി പൂർണ്ണമായും വഖഫായിരുന്നു. ജമാഅത്ത് അംഗങ്ങളോടും കുർബാനിയെക്കുറിച്ചും വഖഫിനെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. വളരെയേറെ സ്നേഹിക്കുന്ന ആളും എല്ലാവരുടെയും ന്യൂനതകൾ മറച്ചുവെക്കുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തിന്റെ തബ്ലീഗ് ഫലമായി നിരവധി പേർക്ക് ജമാഅത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അഗൈതവമായ സ്നേഹമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറയുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അശ്രു വരുമായിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പറയുമ്പോഴെല്ലാം തൻ്റെ ഭാര്യ മക്കളെ നാട്ടിൽ വിട്ട് യാതൊരു തരത്തിലുള്ള പരിഭ്രമവും കൂടാതെ പോകുമായിരുന്നു. എപ്പോഴും ജമാഅത്തിന് വേണ്ടി ത്യാഗങ്ങൾക്ക് തയ്യാറായിരുന്നു. അള്ളാഹു മർഹൂമിനോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم
وادعوه يستجب لكم ولذكر الله أكبر